എല്ലാവർക്കും നമസ്കാരം. നല്ല തീരുമാനങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്കുണ്ട്. ഉചിതമായ തീരുമാനങ്ങൾ തക്ക സമയത്ത് കൈക്കൊള്ളുവാൻ വിവേകപൂർവമായ ഇടപെടൽ ആവശ്യമാണ്. ഒരു പറച്ചിലുണ്ട്, എ ഡിസിഷൻ മെയ്ഡ് ഫ്രം ഫിയർ ഈസ് ഓൾവേസ് റോങ് ഡിസിഷൻ. അത് ഭയം മാത്രമല്ല, മുൻവിധികളും കോപവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും അപക്വമായിരിക്കും, അത് അപകടവുമായിരിക്കും. ഓരോ വിശ്വാസിയും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നന്നായി പ്രാർത്ഥിക്കണം. അപ്പോൾ മനസ്സ് ശാന്തമാകും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവകൃപ നമ്മളെ സഹായിക്കും. മാക്സിം ലഗൈസ് പറയുന്നു, എ ഗുഡ് ഡിസിഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഷോർട്ട് ടൈം പെയിൻ ആൻഡ് എൻഡ്സ് വിത്ത് ലോങ് ടൈം ബെനിഫിറ്റ്സ്. പലപ്പോഴും ചില നല്ല തീരുമാനങ്ങൾ, നല്ല നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ താൽക്കാലികമായ ചില പ്രതിസന്ധികളും വേദനകളൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ പിന്നീട് അവയുടെ മാധുര്യവും നന്മയും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നന്മയെയും നല്ല നിലപാടുകളെയും ഒരിക്കലും നാം പണയം വെക്കരുത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് നല്ല തീരുമാനം കൈക്കൊള്ളാനായിട്ട് കഴിയൂ. ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ പറയുന്നുണ്ട്, എ ഗുഡ് ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ നോളജ്, നോട്ട് ഓൺ നമ്പേഴ്സ്. ആളുകളുടെ എണ്ണവും ആരവും നോക്കിയല്ല ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്, ശരിയായ അറിവുകളുടെയും അതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. പീലാത്തോസ് കർത്താവിനെ വിധിക്കുന്നത് എങ്ങനെയാ? ആ തീരുമാനം അവൻ കൈക്കൊള്ളുന്നത് ജനക്കൂട്ടത്തിന്റെ ആരവവും എണ്ണവും നോക്കിയാണ്. അതുകൊണ്ടാണ് സത്യസന്ധമായ ഒരു തീരുമാനം നട്ടെല്ലിന്റെ ഉറപ്പോടെ നിറവേറ്റുവാൻ പീലാത്തോസിന് കഴിയാതെ പോകുന്നത്. ദാർശനികനായ വോൾട്ടയറുടെ വാക്കുകൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ യു മേക്ക് ഈസ് ടു ബി ഇൻ എ ഗുഡ് മൂഡ്. വൈകാരികമായ ഫ്ലക്ച്വേഷൻസ് നമ്മളിൽ നടക്കുമ്പോൾ ഒരു നല്ല തീരുമാനം എടുക്കരുത്. നല്ല ധ്യാനം, പ്രാർത്ഥന, ഇവയൊക്കെ ഒരു നല്ല തീരുമാനം എടുക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും വഴിവിളക്കായി തീരുകയും ചെയ്യുന്നതാണ്. ടോണി റോബിൻസ് എഴുതുന്നുണ്ട്, സ്റ്റേ കമ്മിറ്റഡ് ടു യുവർ ഡിസിഷൻ ബട്ട് സ്റ്റേ ഫ്ലെക്സിബിൾ ഇൻ യുവർ അപ്രോച്ച്. നമ്മുടെ തീരുമാനങ്ങൾ നടത്തുവാൻ നമുക്ക് ഇച്ഛാശക്തി വേണം, ഒപ്പം തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. എന്നാൽ തീരുമാനങ്ങളിലേക്കുള്ള വഴിയിൽ പലപ്പോഴും നമ്മുടെ സമീപനം ഫ്ലെക്സിബിൾ ആയിരിക്കണം. തീരുമാനങ്ങളിലേക്ക് ചെന്നെത്തുവാൻ ചില അവസരങ്ങളിൽ നമ്മൾ ഒരു ഇൻക്ലൂസീവ് ആകേണ്ടതും ആവശ്യമാണ്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്നത്? റോയ് ഡിസ്നി എന്ന ചിന്തകൻ കുറിക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഈസ് ഈസി വെൻ യുവർ വാല്യൂസ് ആർ ക്ലിയർ. നമ്മുടെ വാല്യൂസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമായിരിക്കും. തക്ക സമയത്ത് ഉചിതവും നല്ലതുമായ തീരുമാനമെടുത്ത് ജീവിതം അർത്ഥവത്താക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് പ്രാർത്ഥനാപൂർവം നമുക്ക് പരിശ്രമിക്കാം. സദൃശവാക്യങ്ങൾ 16 അധ്യായം 9 വാക്യം, മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. തിരുകൃപ ഞങ്ങളിൽ പകരണമേ. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടവരാണ് ഞങ്ങൾ. പ്രസ്തുത സമയത്ത് പ്രാർത്ഥനയോടെ, അടിയുറച്ച ദൈവവിശ്വാസത്തോടെ, മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ പക്വവും വിവേകവുമായ തീരുമാനമെടുക്കുവാൻ തിരുകൃപ ഞങ്ങളിൽ പകരണമേ. തീരുമാനമെടുത്തിട്ട് എവിടെങ്കിലും ഞങ്ങൾക്ക് പിഴച്ചു പോയെന്ന് തോന്നിയാൽ അതിനെ തിരുത്തുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഒത്തിരി കുറവുള്ള മനുഷ്യരാണ്. നിർണായക നിമിഷത്തിൽ കർത്താവിൻ്റെ പരിജ്ഞാനം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ.
ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.